ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ വരുന്ന മാർച്ച് 3 ചൊവ്വാഴ്ച ചന്ദ്രഗ്രഹണമാണ്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:20 മുതൽ 6:47 വരെയാണ് ഗ്രഹണ സമയം. കേരളത്തിൽ ഈ ചന്ദ്രഗ്രഹണം ഭാഗികമായേ ബാധിക്കുന്നുള്ളൂ എങ്കിലും നക്ഷത്രങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ട്. അത് കാരണം എല്ലാവരും ചന്ദ്രഗ്രഹണ സമയത്ത് പ്രാർത്ഥിക്കേണ്ട നാമങ്ങളെക്കുറിച്ചും ചൊല്ലേണ്ട സ്തുതികളെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ട ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചന്ദ്രക്കല ശ്രീ മഹേശ്വരൻ്റെ ജടയിലെ അലങ്കാരമാണ്. അതുകൊണ്ട് ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനോടാണ്. കൂടെ ചന്ദ്രഭഗവാനെയും നമ്മൾ പ്രാർത്ഥിക്കണം. ഗ്രഹണം വരുന്നത് ചൊവ്വാഴ്ചയായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കണം. ഏതു പ്രാർത്ഥന തുടങ്ങുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം, ഗുരുവിനെ വന്ദിക്കണം. അതിനുശേഷം നന്ദികേശ്വരനെ പ്രാർത്ഥിച്ച ശേഷമാണ് ശ്രീ മഹേശ്വരനെ ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ഗ്രഹണ സമയത്ത് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. പൂജാമുറി അടച്ചിട്ട ശേഷം തുടർച്ചയായി നമ്മൾ നാമം ജപിക്കണം. ജപിക്കേണ്ട ശിവ പഞ്ചാക്ഷരി മന്ത്രം ഇപ്രകാരമാണ്: ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് നമുക്ക് എത്ര തവണ പറ്റുമോ അത്ര തവണ ജപിക്കാം. ഗ്രഹണ സമയത്ത് ജപിക്കുന്ന മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും 10 ഇരട്ടിയാണ് ഫലം. അത്രത്തോളം പവർഫുള്ളായ ശക്തി തരുന്ന സമയമാണ് ഗ്രഹണം. തുടർന്ന് ഭഗവാന്റെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം. മഹാമൃത്യുഞ്ജയ മന്ത്രം സാധാരണയായി ജപിക്കുന്നത് തന്നെ നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കും. അത്രത്തോളം ശക്തമായ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ഇത് ജപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും വിശദമായി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നാമം ജപിക്കാനിരിക്കുമ്പോൾ നന്നായി കണ്ണടച്ച് മനസ്സിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം. ആ ശിവലിംഗത്തിൽ പാർവതീ സമേതനായി ശിവഭഗവാൻ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും 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 നാമം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതിന് കിട്ടുന്ന ഫലം വളരെ അധികമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. ഈ മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുകയും ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ച് എല്ലാവിധ ആപത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് സങ്കല്പിക്കുകയും വേണം. മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട്. അത് കാരണം നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം. ഗ്രഹണ സമയത്ത് പുറത്തു പോകാനോ ആഹാരം കഴിക്കാനോ ചെയ്യാൻ പാടില്ല. എന്നാൽ ജോലി സംബന്ധമായി പുറത്തു പോകുന്നവരും ഔദ്യോഗികമായി യാത്ര ചെയ്യുന്നവരും ഇത് നോക്കേണ്ട കാര്യമില്ല. വീട്ടിൽ വയസ്സായവർ, അസുഖബാധിതർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ തുളസിയില ഇടാൻ മറക്കരുത്. ഗ്രഹണത്തിന് മുന്നേ തന്നെ ദർഭപ്പുല്ല് ചെറിയ കഷ്ണങ്ങളായി ഒടിച്ചെടുത്ത് നമ്മുടെ അരിപ്പാത്രത്തിലും മറ്റു ധാന്യങ്ങൾ സംഭരിക്കുന്ന പാത്രങ്ങളിലും ഇട്ടുവയ്ക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ തുളസിയില ഇട്ടുവയ്ക്കണം. ഗ്രഹണ സമയത്ത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഉറങ്ങാനോ ആഹാരം കഴിക്കാനോ പുറത്തു പോകാനോ പൊതുവെ പാടില്ല. ഗ്രഹണശേഷം വീട് മുഴുവൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കി നമ്മളും കുളിച്ച് വസ്ത്രം മാറി പൂജാമുറി വൃത്തിയാക്കി ഫോട്ടോകളെല്ലാം തുടച്ച് വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുകയോ കഴുകുകയോ എങ്ങനെയാണ് പതിവ് എന്ന് വെച്ചാൽ അതുപോലെ വൃത്തിയാക്കിയ ശേഷം വേണം വിളക്ക് കത്തിക്കാൻ.
ഇന്നത്തെ ദിവസം വിളക്ക് വയ്ക്കുന്നത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. പിന്നെ ഗ്രഹണദോഷത്തിൻ്റെ പരിഹാരത്തിനായി പച്ചരി, പരിപ്പ്, ദക്ഷിണ എന്ന് 3 കൂടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയോ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി കഴിക്കുന്നത് ഗ്രഹണദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. പിന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അഭിഷേകം കഴിക്കാവുന്നതാണ്. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാനോട് എല്ലാ ഗ്രഹണദോഷങ്ങളും മാറ്റിത്തരണേ എന്ന സങ്കല്പത്തോടുകൂടി പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്യുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ആധ്യാത്മികമായ അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ.